മലയാളിയുടെ ദൃശ്യഭാവുകത്തിന് പുതിയ മാനം സമ്മാനിച്ച സാഹിത്യശില്പിയെയാണ് കലാകേരളത്തിന് നഷ്ടമായത്. 1928 ജനുവരി 5-ന് കണ്ണൂരിലെ ചൊക്ലിയിൽ ജനിച്ച എം.വി. ദേവൻ ചിത്രകാരൻ, എഴുത്തുകാരൻ, ശില്പി, നിരൂപകൻ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയനായി. 1946-ൽ ചിത്രകല പഠിക്കാൻ മദ്രാസിലെത്തിയതാണ് ദേവന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീടിങ്ങോട്ട് മലയാളിയുടെ കാഴ്ചാശീലങ്ങളെ തച്ചുടച്ച 6 പതിറ്റാണ്ടുകൾ. ജലച്ചായം, എണ്ണച്ചായം, വാസ്തുശില്പം തുടങ്ങി ദേവൻ കൈവച്ചതെന്തും റിയലിസത്തിന്റെ മനോഹാരിത ലോകത്തിന് സമ്മാനിച്ചു. കഥയെ മാധ്യമമാക്കി ദേവൻ നടത്തിയ കലാസൃഷ്ടികൾ മലയാളിയുടെ ദൃശ്യസംസ്കാരത്തിലും സാഹിത്യഭാവുകത്തിലും ശ്രദ്ധേയമാറ്റങ്ങൾ വരുത്തി. ഇതിന്റെ തുടർച്ചയെന്നോണം കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ്, വയലാർ അവാർഡ് എന്നിവ ദേവനെ തേടിയെത്തി. ദേവസ്പന്ദനത്തിന് 2001-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കേരള ലളിതകലാ അക്കാദമി പ്രസിഡന്റ്, മദ്രാസ് ലളിതകലാ അക്കാദമി സെക്രട്ടറി എന്നീ പദവികളിലും ദേവൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കലയിലെ കച്ചവടത്തിനും ആത്മവഞ്ചനയ്ക്കും എതിരെ പ്രതികരിച്ചിരുന്നതിനാൽ വിവാദങ്ങളും ദേവനെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ വിവാദങ്ങളില്ലാത്ത ലോകത്തേക്ക് എം.വി. ദേവൻ യാത്രയാകുമ്പോൾ നഷ്ടമാകുന്നത് മലയാളിയുടെ കാഴ്ചാബോധത്തിന്റെ ദേവസ്പന്ദനമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.